നിങ്ങളും പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, സിയാറത്തിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ദുആകളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മീസാൻ കല്ലിൽ ചെന്നിട്ടൊന്ന് മുത്തുന്നത് കാണാം. അല്ലെങ്കിൽ ആ മീസാൻ കല്ല് തൊട്ടിട്ട് ഒന്നിങ്ങനെ മുത്തും. ഇനി അതുമല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ചെടിയിലെങ്കിലും ഒന്ന് തൊട്ടിങ്ങനെ മുത്തും. മുത്തുക മാത്രമല്ല, വലിയ ആളുകൾ ചെറിയ കുട്ടികളോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കാറുമുണ്ട്. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പക്ഷെ എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്? ഇപ്പം അടുത്ത കാലം മുതലാണ് ഇങ്ങനെ കണ്ടുവരുന്നത്, പുതിയൊരു പ്രവണത കണ്ടുവരുന്നത്. എന്തുദ്ദേശത്തിലാണ്? നമ്മൾ ഓരോന്ന് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ മഹാന്മാരായിരിക്കണം. എന്നാൽ തബറക്ക് ഉദ്ദേശിച്ച് നമുക്ക് ചെയ്യാം. വലിയ മഹാന്മാരാണ്, നല്ല സ്വാലിഹീങ്ങളാണ് എങ്കിൽ, സ്വാലിഹ എന്ന് പറയുന്നത് നാട്ടിൽ സ്വാലിഹായിട്ട് അറിയപ്പെടുന്ന ആളുകൾ, അത് അല്ലാഹു തആല കൊടുക്കുന്നൊരു പദവിയാണ്. നാട്ടിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും, 5 വക്തും ജമാഅത്ത് സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും, ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവരെ പറ്റിയൊന്നും നമ്മൾ പൊതുവെ സ്വാലിഹ എന്ന് പറയില്ല. എല്ലാവരെ പോലെ നിസ്കരിച്ചു പോകുന്ന ആളുകൾ. പക്ഷെ അതിലും ശുദ്ധരായി ജീവിക്കുന്ന ചില മുത്തഖീങ്ങൾ ഉണ്ടാകും. അവരെയാണ് പൊതുവെ ഒരു നാട്ടിൽ സ്വാലിഹായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനത്തെ ആളുകളാണെങ്കിൽ തബറുക്ക് ബറക്കത്തെടുക്കാൻ പറ്റിയ ആളുകളാണെങ്കിൽ തബറുക്ക് എന്നുള്ള ആ നിലക്ക് നമുക്കൊന്ന് മുത്താം. ആ ഖബറിൻ്റെ മേലെ വിരിച്ച പായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീലയോ കൊടികളോ ഒക്കെ നമ്മൾ മുത്താറുണ്ട്, തബറുക്ക് എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇന്ന് ആ ഒരു നിലക്കല്ല. നമ്മുടെ കുടുംബക്കാർ ആരായാലും നമ്മൾ ദുആ ചെയ്ത് പിരിഞ്ഞു വരുമ്പോൾ ഒന്ന് ഖബറിൽ തൊട്ട് മുത്തുന്നൊരവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. അത് പലരും എന്തോ ഒരു നല്ല കാര്യമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. അത് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് പറയേണ്ടതുമില്ല. സ്വാലിഹീങ്ങളാണെങ്കിൽ നമുക്കത് വകവെച്ച് കൊടുക്കാം, ഒരു തബറക്ക് ഉദ്ദേശിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ സാധാരണക്കാരുടെ ഖബറിൽ മീസാൻ കല്ലിലോ അല്ലെങ്കിൽ ചെടിയിലോ ഒരു കാരണവശാലും നമ്മൾ മുത്താൻ പ്രചോദനം കൊടുക്കേണ്ടതില്ല.